പലതരം സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. OTP ഉപയോഗിച്ച്, ATM കാർഡുകൾ ഉപയോഗിച്ച്, പല രൂപത്തിൽ നമ്മുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം തട്ടുന്നത്, നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണം വരുന്നത്, അതിനെ തുടർന്ന് അക്കൗണ്ടുകൾ ഫ്രീസായി ട്രാൻസാക്ഷൻ നടക്കാൻ സാധിക്കാതെ വരുന്നത്, ഇങ്ങനെ പല രൂപത്തിൽ പലതരം സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ട്. നമ്മുടെയൊക്കെ പരിചയങ്ങളിൽ നിന്ന് തന്നെ പലരും ഇങ്ങനെ തട്ടിപ്പുകളിൽ കുടുങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത്, നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ഷഫീഖ് ഹാഷിമി, അദ്ദേഹം കോർപ്പറേറ്റ് ലോയറാണ്, മുംബൈ ഹൈക്കോടതി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. സർ, സ്വാഗതം ഈ സംസാരത്തിലേക്ക്. സാമ്പത്തിക തട്ടിപ്പുകളാണ് നമ്മുടെ കേന്ദ്ര പ്രമേയം. പലതരം തട്ടിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ സാർ ഇപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സംഭവങ്ങളുമായൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് പരിചയത്തിലുണ്ടാവും. ഇത് പലതും പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്, അതിനുവേണ്ടി രാജ്യം മുഴുവൻ യാത്ര ചെയ്യാറുണ്ട്. അതിനുവേണ്ടി യാത്ര ചെയ്തതല്ല. അല്ല, ഓക്കെ. സോ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന, അതായത് സാധാരണക്കാർ പെട്ടുപോകുന്ന ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, അതിൻ്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. ഇത് ഒരേ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അല്ല, ഇത് വ്യത്യസ്ത മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ചെയ്യുന്നത്. അത് ചില കേസിൽ ഫിഷിംഗ് ലിങ്ക്സ് ആയിരിക്കും. ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് അത് ജെന്യൂൺ വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് തരും, ലിങ്ക് തരും. അതിൽ കയറുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡാറ്റേഴ്സും ക്രെഡൻഷ്യൽസും ഒക്കെ അതിൽ കൊടുത്തിട്ട് അവർ ഡാറ്റ സ്റ്റീൽ ചെയ്യും. അതിന്റെ ഭാഗമാണോ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ലുലു ഇത്ര കമ്പ്യൂട്ടർ? അതെ, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ളതാണ്. അതുപോലുള്ളത് മറ്റൊന്നാണ് പിന്നെ വിഷിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അവർ ഫോൺ കോൾ, ടെലികോൾ നടത്തിയിട്ട് OTP ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് നമ്മൾ OTP കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുക. ചില സമയത്ത് നിങ്ങൾ ലോട്ടറി വിൻ ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപ നിങ്ങൾക്ക് പൈസ ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം. അവർ ആവശ്യപ്പെടുന്നത് ചെറിയ തുക ആയിരിക്കില്ല, നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വലിയ തുക പറഞ്ഞ് അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഇത്ര പൈസ, അങ്ങനെ ആ രീതിയിലാണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതൊരു ചെയിൻ ഓഫ് ട്രാൻസാക്ഷനാണ്. ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ വരുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് വേറെ കുറേ അക്കൗണ്ടിലേക്ക് ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രണ്ടാമതും മൂന്നാമതും ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യും. ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കൺസേൺഡ് ഇൻസ്പെക്ടർ ഇത് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ഇത് എല്ലാ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ അവസാനം കിട്ടിയ ചിലപ്പോൾ അക്കൗണ്ടിൽ വന്ന പൈസ നമുക്ക് ജെന്യൂൺ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന പൈസ ആയിരിക്കും, പക്ഷേ എന്നാൽ പോലും അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും. നമ്മുടെ അക്കൗണ്ടിൽ 5 ലക്ഷം, 6 ലക്ഷം, അല്ലെങ്കിൽ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ ഉള്ള അക്കൗണ്ടൊക്കെ ഒരു 1000 രൂപ വന്നതിൻ്റെ പേരിൽ ഫ്രീസ് ചെയ്യപ്പെടും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ചില ആളുകൾക്ക് പരിചയമില്ലാത്തവർ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ചില കോൾ വരുമ്പോഴൊക്കെയാണ് മനസ്സിലാകുന്നത്. ഈ ഇങ്ങനെ ട്രാൻസാക്ഷനിൽ പെട്ടുപോകുന്നവരാണല്ലോ ഇങ്ങനെ ഫ്രീസ് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഈ അടുത്തൊരു പ്രൊവിഷൻ വന്നില്ലായിരുന്നു, അതായത് ഈ ട്രാൻസാക്ഷൻ നടത്തിയ തുക മാത്രം ഫ്രീസ് ചെയ്ത് അക്കൗണ്ട് മുഴുവൻ? ആക്ച്വലി ഇതിൽ 2 വഴികളാണ് ഇത് റിലീസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, നമ്മൾ ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ആ പൈസ മാത്രം മാറ്റി വെച്ച് നമുക്ക് റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ വാങ്ങണം. അത് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബാങ്ക് അത് ലീന് വെച്ചിട്ട് ബാക്കി റിലീസ് ചെയ്ത് തരും. രണ്ടാമതൊരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ആ കൺസേൺഡ് പോലീസ് ഓഫീസർ കൺവിൻസ് ചെയ്യണം. അതിൽ ചില സമയത്ത് ഇൻസ്പെക്ടർ നമ്പർ ഉണ്ടാവും, അപ്പോൾ ചില സമയത്ത് അത് തരില്ല, ഒന്നും ഷെയർ ചെയ്യില്ല. എന്നാൽ ചില ബാങ്ക് നമ്മോട് തീരെ സഹകരിക്കില്ല. അപ്പോൾ നമ്മൾ ആ നമ്പർ കിട്ടി പോലീസ് ഓഫീസറെ വിളിച്ച് പോലീസ് ഓഫീസറോട് ഇത് കൺവിൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ അത് റിലീസ് ചെയ്യുക. അപ്പോഴും ഒരു നിസ്സാര തുക ആണെങ്കിൽ ഇവർ ഈ പൈസ അവിടുത്തെ വേറൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ തന്നിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മളെ ഒരു അഫിഡവിറ്റൊക്കെ കൊടുത്ത് ആ ഒരു ഗ്യാരണ്ടിയുടെ പുറത്ത് ഇത് റിലീസ് ചെയ്ത് തരും.
ഞാൻ ഈ ഒരു കേസിൽ ഇടപെടാനുണ്ടാകുന്ന ഒരു കാരണം ഇത്തരം കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുംബൈ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഓഫീസിലുള്ളത്. അപ്പോൾ നമ്മൾ മുംബൈയിലായതുകൊണ്ട് തന്നെ ഈ മുംബൈയിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കേരളത്തിൽ നിന്ന് നമ്മളെ ഫ്രണ്ട്സ് വിളിക്കും, നമ്മളെ കൂടെ പഠിച്ച നമ്മളെ കൂടെയുള്ള വക്കീലന്മാർ വിളിക്കും. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ നമ്മളതിൽ ഇടപെടാൻ വേണ്ടി ആ ഓഫീസറുടെ അടുത്തൊന്ന് പോകും. മുംബൈയിലായതുകൊണ്ട് അവരിവിടെ അതാണല്ലോ ഇതിലൊരു വലിയ പ്രശ്നം. 1000 രൂപയ്ക്ക് വേണ്ടി 5000 രൂപയ്ക്ക് വേണ്ടി 5 ലക്ഷം ഫ്രീസായി കിടക്കുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ ആ പോലീസ് ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോകും. പോലീസ് ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ജെന്യൂൺ ട്രാൻസാക്ഷൻ ആയിരിക്കും, അതിൻ്റെ എവിഡൻസ് കാണിച്ച് ആ ലീൻ എമൗണ്ട് അപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ എമൗണ്ട് അവിടെ അവരെ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഗ്യാരണ്ടി കൊടുത്ത് റിവേഴ്സ് ചെയ്യുന്ന പരിപാടി. ഇങ്ങനത്തെ ചില സമയങ്ങളിൽ ഒരു സമയത്ത് ഞാൻ ബാൻഡ്ര പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പാണ് പോയ സമയത്ത് പോലീസ് ഓഫീസർ ചോദിച്ച കേസ് ഇവിടെ മലപ്പുറമാണ്, മഞ്ചേരി, വണ്ടൂർ. അയാൾ ഇങ്ങോട്ട് ചോദിക്കുക, അയാൾക്ക് പരിചയമുണ്ട്. നിരന്തരം ഈ കേസുകൾ വരുന്നുണ്ട്, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കേസുകളും ഈ ക്രൈമും വരുന്നതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ സ്ഥലങ്ങൾ പോലും പരിചിതമാണ്. ഈ മറാഠിയായ വ്യക്തി അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അത്രമാത്രം ക്രൈം നടക്കുന്നുണ്ട്. നമ്മൾ പെട്ടുപോകുന്നവരാണ് കൂടുതലും. ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് തലവെക്കാറുണ്ട് പൈസക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ അടുത്തേ മഹാരാഷ്ട്ര പോലീസ് നാട്ടിൽ വന്ന് 2 വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു ATM കൈമാറിയതായിരുന്നു എന്നായിരുന്നു അവർ അതിൻ്റെ ഒരു പുറത്ത് നമുക്ക് വിസിബിളായൊരു അറിവ് അത്രത്തോളം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് വരുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ക്രൈം നടക്കുമ്പോൾ ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ ആണല്ലോ എടുക്കുന്നത്, ബാങ്കിലുള്ള പൈസയാണല്ലോ എടുക്കുന്നത്, കയ്യിലുള്ള പൈസ അല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനൊരു അക്കൗണ്ട് വേണമല്ലോ. ഈ അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചാനൽ തന്നെ ഉണ്ട്. അതായത് വരരുത്. അപ്പോൾ ഇതിന് പ്രതിയാകുന്നതോ ഇതിൻ്റെ ഇരയാകുന്നത് മറ്റ് ചിലരാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതോടുകൂടി അയാൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 5000 രൂപയായിരിക്കും. ഈ 5000 രൂപ 10 ദിവസത്തിന് മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആ 10 ദിവസത്തിന് നിൻ്റെ അക്കൗണ്ട് എനിക്ക് തന്നാൽ ഞാൻ 5000 രൂപ തരാമെന്ന്. അതിലൂടെ നടക്കുന്ന കോടികളുടെ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത് അയാളാണല്ലോ ഒന്നാം പ്രതി. അതുകൊണ്ട് ഓർഗനൈസ്ഡ് ക്രൈം നോൺ ബെയിലബിൾ ഒഫൻസ് ചാർത്തിയിട്ട് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതാണ് അതിൽ ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ആളുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു. ആക്ച്വലി എനിക്ക് 5000 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ എന്നോട് ഇത് അപ്രോച്ച് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ചിലപ്പോൾ അയാൾക്ക് 50,000 രൂപ 55,000 രൂപ ഒക്കെ കിട്ടുന്നുണ്ട്. ഈ അക്കൗണ്ട് സംഘടിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാർ, അക്കൗണ്ട് അങ്ങനെ ഒരു റാക്കറ്റ് തന്നെ അങ്ങനെ പിന്നിലുണ്ട്. അത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടാണ്. കാരണം പൈസ അവർക്കാണല്ലോ ആവശ്യം. അപ്പോൾ 10 ദിവസത്തിൻ്റെ കാര്യമല്ലേ, എൻ്റെ അക്കൗണ്ട് ഒരു യൂസ് ചെയ്തോട്ടെ എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ജാമ്യം പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട എത്രയാണോ ഈ ഫിനാൻഷ്യൽ ക്രൈമിൽ ഉൾപ്പെട്ട തുക, അത് കൊടുത്ത് സെറ്റിൽ ചെയ്യാതെ ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്, കാണുന്നത്. ഇപ്പോൾ നേരത്തെ സർ സൂചിപ്പിച്ചല്ലോ, മുംബൈയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു പോലീസിന് മലപ്പുറം, മഞ്ചേരി, വണ്ടൂർ ഇങ്ങനെ സ്ഥലങ്ങൾ വരെ പരിചയമാകുന്ന രൂപത്തിൽ ഇത് ഇത്രയും വ്യാപിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പ് വിചാരിച്ചത് എന്താ, ഒരു ബീഹാറി പൈസ എടുത്തു പോയി, നമ്മൾ OTP ഷെയർ ചെയ്തപ്പോൾ ബീഹാറിലൊരാൾ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്, വെസ്റ്റ് ബംഗാളിലൊരാൾ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്, അങ്ങനെ പല ഭാഗത്തുള്ള ആളുകളിലേക്ക് പൈസ പോയിരുന്നു. അന്ന് കേരളക്കാരുടെ അടുത്തുനിന്ന് ബാങ്ക് അക്കൗണ്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളുടെ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടും ഇവർ സംഘടിപ്പിച്ച് ഇതൊരു വലിയൊരു ക്രൈമായി, നമ്മളെ കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി. അതുകൊണ്ട് പലപ്പോഴായിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അവർക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ പോലും പരിചിതമായി എന്നുള്ളതാണ്. ഞാൻ മുംബൈയിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഞാനൊരു ക്രൈം ഫീൽഡിൽ ക്രൈമിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലൊന്നുമല്ല. കോർപ്പറേറ്റ് ഫീൽഡിൽ സിവിൽ ഏരിയയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പോലും ഈ പരിചയമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ പോയി നോക്കി ഇതിലൊരു അറിയാം
ചില സമയത്ത് നാട്ടിലെ ചില ആളുകൾ വിളിക്കും, അവർക്കൊരു വക്കീൽ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന. അപ്പോൾ പാവങ്ങളല്ല, അവർ നേരിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ നമ്മൾ പോകുമ്പോൾ സമയത്ത് ഇപ്പോൾ ഒറീസ ഒരു തവണ പോയത് റോർക്കേലയിലാണ്. അവിടെ പോലീസ് ഓഫീസേഴ്സിന് ഒന്ന് ഹിന്ദി അറിഞ്ഞുകൂടാ, അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുകൂടാ. ഈ ഭാഷയുടെ പരിമിതി വെച്ചിട്ട് അവർക്ക് ഒറിയ മാത്രമേ അറിയുള്ളൂ. അത് വെച്ചിട്ടുള്ളൊരു പ്രശ്നം. ഇനി മഹാരാഷ്ട്രയിൽ തന്നെ, മഹാരാഷ്ട്രയിലൊരു മുംബൈ, പൂന, നാസിക്, ഔറംഗാബാദ് മാത്രമല്ല ഉള്ളത്. അവിടെ യവത്മൽ, സാംഗ്ലി, പിന്നെ കൊലാപൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ ഹിന്ദി അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്, മറാഠി മാത്രം സംസാരിക്കുന്നവർ. അപ്പോൾ അവിടെയുള്ള ഈ മറാഠി സാധാരണക്കാരുടെ കാര്യമല്ല പറയുന്നത്, പോലീസ് ഓഫീസേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തരം ക്രൈമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കേസുകളുണ്ടാവും. അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കേസിൽ പോലീസ് ഓഫീസറുടെ നമ്പർ കിട്ടും, ചില ബാങ്കിൽ നിന്നെല്ലാം കിട്ടും. ആ നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, അവർ ഫോൺ കട്ട് ചെയ്യും. ഇനി അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ പോയാലുള്ള അവസ്ഥയോ, അത് നമ്മൾ കേരളത്തിലെ പോലെ എല്ലായിടത്തും ഈ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കറക്റ്റാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. പലതും നൂല് പൊട്ടിയ പമ്പരാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വീണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത് ഒരു ഡിജിറ്റൽ ഒരു പാരലൽ മീഡിയ ഹരിയാന, രാജസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ ഇതിനുവേണ്ടി സംഘടിതമായി ആളുകൾ ടെലിഫോൺ യൂണിറ്റുകളിട്ട്, കോൾ സെൻറ്റർ യൂണിറ്റുകളിട്ട് കമ്പ്യൂട്ടറുകളുമായി ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്കാം, ഒരു എന്താ പറയുക, ഒരു സീക്രട്ട് സ്കാം വില്ലേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വലിയൊരു ലോബി അല്ലെങ്കിൽ ഒരു ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ എത്തുമ്പോൾ ഇതിനകത്ത് ആരെയും കിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആരെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത്, ഇവരെ അക്കൗണ്ടിലേക്ക് ആവില്ല. ഇവർ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നമ്മൾ പിടിക്കുക എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇവരാണിതിൻ്റെ പിന്നിൽ നമ്മൾ പറയാമെന്നല്ലാതെ ഇവർക്ക് നമുക്കൊരു കാണിക്കാനൊരു തെളിവ് വേണ്ടേ. പലപ്പോഴും പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റൊക്കെ പലതരത്തിലുള്ള സപ്പോർട്ടും അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലിരുന്നുകൊണ്ട് മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെയോ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം എന്താ പറയുക, ഇല്ലിറ്ററേറ്റായ ഒരു സൊസൈറ്റിയാണ്. എല്ലാവരും എന്നല്ല പറയുന്നത്, എല്ലാ ഏരിയയും എന്നല്ല പറയുന്നത്. എന്നാലും നമ്മൾ കേരളം അത്തരത്തിലുള്ള ഗ്രാമങ്ങളോ അത്തരത്തിലുള്ള ഒരു കൾച്ചറോ കേരളത്തിലില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. റൈറ്റ്. അപ്പം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഈ ATMകൾ ഷെയർ ചെയ്യുന്നത്, OTPകൾ ഷെയർ ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ടുകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ പണം തട്ടുന്ന വേറെയും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹണി ട്രാപ്പിൽ പെട്ട് കൊടുക്കുന്നവർ, അത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി വളരെ വലുതാണ്. ഒരു ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, പല രീതിയിൽ ചെയ്യുന്നത്. അതായത് പണം കിട്ടാനുള്ള പണികൾ ഒരുപാടുണ്ട്. അത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത് അത് മറ്റൊരു രീതിയാണ്. അത് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ആണ് ഈ ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ജെന്യൂണായിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ വിശ്വസിക്കുകയാണ് ഇത് ഇയാൾ തന്നെ എനിക്ക് പൈസ കിട്ടുന്നത് കാര്യപ്പെട്ട കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് വെറുതെ കിട്ടുന്നതല്ലേ, എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നല്ലേ ചെയ്യുന്നുള്ളൂ, ഒരു 5 ദിവസമല്ലേ, ഒരു 10 ദിവസമല്ലേ. പക്ഷേ ആ 10 ദിവസം കൊണ്ട് കോടികളുടെ ട്രാൻസാക്ഷനാണ് ഈ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് എല്ലാം പോട്ടെ, ബാക്കി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. ഇവരെ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടത് ലക്ഷങ്ങളാണ്, 20 ലക്ഷം 25 ലക്ഷം. കാരണം ഈ പൈസ ഈ എത്ര രൂപയുടെ ക്രൈമാണോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്താലേ ഇവർക്ക് ജാമ്യം കിട്ടുന്നുള്ളൂ. അപ്പോഴും ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് റിലീസ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ തരണം, അങ്ങനെ പറഞ്ഞാൽ അത് വീണ്ടും പെടുത്തുന്ന, അതൊക്കെ ഈ കണ്ണിയുടെ ഭാഗം. അതല്ല ഇവർ ഈ ലോബി ഇതിന് ഇങ്ങനെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിന് ശ്രമിക്കാറുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താ പറയുക, അതിന് ഇരയാവുകയാണ് നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട്. അവിടെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഇവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്, ഇവർക്ക് ആ പൈസ അക്കൗണ്ടിൽ വെച്ചാൽ എന്തായാലും പോലീസ് വരും, കേസ് ആകുമ്പോൾ അത് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്.
അതുകൊണ്ട് അവരത് ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്ഫർ ഒന്നാമത്തെ ട്രാൻസ്ഫർ രണ്ടാമത്തെ ട്രാൻസ്ഫർ എല്ലാം ഉൾപ്പെടുത്തി ഏതെല്ലാം ബാങ്ക് അക്കൗണ്ടിൽ ഈ പൈസ വന്നോ ആ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുകയാണ്. അത് അൺഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഇതേപോലെ സഞ്ചരിക്കേണ്ടി വരുന്നത് ആളുകൾക്ക്. അല്ലെങ്കിൽ ഹൈക്കോടതി ഇത് 1 കോടി അക്കൗണ്ടിലുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. 10 ലക്ഷം അക്കൗണ്ടിലുള്ള ആൾക്ക് ഹൈക്കോടതിയിൽ കേസ് നടത്തി 25,000 കൊടുത്തിട്ട് ഇത് റിലീസ് ചെയ്യാം. 5,000 അക്കൗണ്ടിലുള്ള ആൾ എന്ത് ചെയ്യും? പാവങ്ങളുണ്ടാവില്ലേ, അവർ ഇതിൻ്റെ ഭാഗം അവരുടെ അക്കൗണ്ടിലേക്ക് 600 രൂപ വന്നിട്ടുണ്ടാവുള്ളൂ ആകെ. അതിൽ ഇത്രയും വലിയ തുക കെട്ടിവെക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തേണ്ടി വരികയാണ്. ഇപ്പോൾ കേസുകൾ വരെയും. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റുള്ള പരിപാടികളുണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ ഇവർ ഫണ്ട് തട്ടുന്ന രീതികളാണ്. നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് അത് ഹണി ട്രാപ്പ് ഉണ്ടാവാം, ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ട്. അത് കുറച്ച കാലത്ത് അത് ഭയങ്കര വ്യാപകമായിരുന്നു. വക്കീലന്മാർ വരെ CBI ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കുന്ന ആളുകൾ വരെ കുടുങ്ങി പോകുന്ന സാഹചര്യം. അവരുടെ കയ്യിലാണ് കൂടുതൽ പണമുള്ളത്. അങ്ങനെ തട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെ അതെ ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണത്. ഇപ്പോൾ റീസെൻ്റ് ഇപ്പോഴും അവസാനിക്കാത്ത ഒന്നാണ് ഈ ഫേസ്ബുക്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ അക്കൗണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഭയങ്കര ഫേമായ ആളുകളല്ല, എന്നാൽ പോലും കുറച്ചൊക്കെ ഒരു സമൂഹത്തിൽ നെറ്റ്വർക്കുള്ള ആളുകളുടെ പേരിൽ വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് പൈസ കടം വാങ്ങുന്നത്. അപ്പോൾ ഇത് ചോദിക്കുന്നത് ഇന്ന ആളല്ലേ, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ കസിൻസോടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടോ ഒരു 25,000 രൂപ ഒരു 50,000 രൂപ 4 ദിവസത്തേക്കെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷെഫീഖല്ലേ നമുക്ക് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ അവർ ട്രാൻസ്ഫർ ചെയ്യും. ആക്ച്വലി അത് ഷെഫീഖിന് ആയിരിക്കില്ല പൈസ കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നീടായിരിക്കും ചതി മനസ്സിലാക്കുക. നമ്മൾ തന്നെ എത്രയോ നമ്മുടെ കണക്ഷനുകളിൽ നമ്മുടെ കോൺടാക്റ്റുകളിൽ ആളുകൾ സ്റ്റാറ്റസ് ഇട്ടത് കേൾക്കാം, എൻ്റെ പേരിൽ ഫേക്ക് ഐഡി ഉണ്ടായി. അതെ അതെ അത്രയും ഇത് ഇത്ര ചെറിയ ആളുകളിലേക്ക് വരെ എത്തുന്ന രൂപത്തിൽ ഇത് വളരെ വൈഡായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? അതാണല്ലോ നമ്മുടെ നമ്മൾ പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർക്ക് വിളിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചില ഇൻഫർമേഷൻ, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വിളിച്ചാൽ നിങ്ങൾ OTP ഷെയർ ചെയ്യരുത്, അതൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കണം. അതായത് OTP അത് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ തുകയായിരിക്കും നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് OTP ഷെയർ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. അതുപോലെ RBI ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡിയുടെ ബുക്ക്ലെറ്റുകൾ ഇറക്കാറുണ്ട്, ഓംബുഡ്സ്മാൻ ഒക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി മുംബൈ ഓംബുഡ്സ്മാൻ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 17-18ഓളം മോഡസ് ഓപ്പറാൻഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ എടുക്കുന്നത്. അതായത് ഈ പണം തട്ടാനുള്ള വഴികൾ, ഈ വഴികളിലൊക്കെ നിങ്ങളെ അടുത്ത് അപ്രോച്ച് ചെയ്യാം, ഫ്രോഡ്സ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് എത്താം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതൊക്കെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പാരൻറ്റിങ്ങിൽ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിലാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൈം വരുന്നത്. കാരണം അവിടെ നമ്മളെ പിടിച്ചു കൊണ്ടുപോവാണ്, അറസ്റ്റ് വരികയാണ്, നമ്മൾ വേറൊരു സംസ്ഥാനത്തേക്ക് പോവാണ്. അവിടെ അതിൽ പലതരത്തിലുള്ള ക്രൈമുകളുണ്ട്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വരെ ഉൾപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകളുണ്ട്. ഞാനതാണ് അതിലേക്കാണ് ചോദിക്കാൻ വന്നത്. അതായത് ഇവരിങ്ങനെ ബാങ്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് ഇത് ഫ്രീസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഇല്ലീഗലായിട്ട് ട്രാൻസാക്ഷൻ നടന്നാൽ അത് ട്രാക്ക് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്, അതിവിടെ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കൊക്കെ അവരുടെ ഉത്തരവാദിത്തം അവർ ചെയ്യും. സ്വാഭാവികമായും ഇത് ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിലൊന്നും ഉൾപ്പെടാതെ പൗരന്മാർ വിജിലന്റ് ആവുക എന്ന് മാത്രമേ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാനുള്ളൂ. നമ്മളെ നിയമവ്യവസ്ഥക്ക് പോരായ്മകളുണ്ട്. കാരണം ഇതിൽ സെക്കൻഡ് ട്രാൻസ്ഫറും തേർഡ് ട്രാൻസ്ഫറൊക്കെ ഇതിൽ ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അതൊരു ബോണഫൈഡ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് നടക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് മെഹനത്ത് അതിൻ്റെ പിന്നിൽ അവർക്ക് ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിനൊക്കെ മറ്റെന്തെങ്കിലും സിസ്റ്റം വേണമെന്നുള്ളൊരു തോന്നലുണ്ട്.
അത് അങ്ങനത്തെ കാര്യങ്ങൾ പെടാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാല്ലേ? അതെ, അതിൽ നമുക്കൊന്നും ചെയ്യാം. നമ്മളെ അക്കൗണ്ടിലേക്ക് ആര് നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മളെ തൊട്ടടുത്ത സുഹൃത്തിനോട് ചിലപ്പോൾ ഒരു പൈസ ഇടാൻ പറഞ്ഞതായിരിക്കും. ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്യും. പല സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരാം. ചിലപ്പോൾ 600 രൂപ വരെ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം, മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു പൈസ വരുന്നതാവാം ചിലപ്പോൾ ആ ഒരു ഫണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കാം, നമ്മളെ അക്കൗണ്ടിലേക്ക് സെക്കൻഡ് ട്രാൻസാക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് നമ്മളെ അക്കൗണ്ട് ഫ്രീസ് ആവും. പ്രൈമറി ട്രാൻസാക്ഷൻ കൂടുതൽ അല്ലേ, പിന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോ ഏജൻസികൾ നടത്തുന്നതായിരിക്കും. അതെ അതെ. ഇതിനകത്ത് വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാങ്ക് അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതുമായി നമ്മളുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് 5 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ഈവൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണെങ്കിലും അതിനേക്കാളും വലിയ തുക കൊടുത്തിട്ടുമായിരിക്കും അവരെ നമ്മൾ റിലീസ് ആക്കേണ്ട ഒരു സാഹചര്യം. വിദ്യാർത്ഥികളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യമുള്ള സമയമായിരിക്കും, സ്വന്തം കൂട്ടുകാരായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പണം കിട്ടുന്നത് കാണുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. നമ്മൾ ഇതിൽ രക്ഷിതാക്കൾ അവരെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതേപോലെ പ്രബുദ്ധരായ ടീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് കൃത്യമായി അവരെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു എന്താ പറയുക അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. അത് ഒരുവിധം എല്ലാ കോളേജുകളിലും, എല്ലാ മതസംഘടനകളും നടത്തുന്ന കോളേജുകളും മതസംഘടനകളല്ലാത്തവരെ നടത്തുന്ന കോളേജുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് അത്തരം വിദ്യാർത്ഥികളിലാണ് കൂടുതൽ ഈ അറസ്റ്റ് വരുന്ന നമ്മൾ കാണുന്നത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടാണ്. കാരണം അവർക്കാണല്ലോ പൈസ ആവശ്യമുള്ളത്. അതെ. ഈ ഇപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പലപ്പോഴായിട്ട് ഇടപെടേണ്ടി വന്നു. അതും എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ടായിരിക്കും ഇടപെടലുകൾക്ക് കൂടുതൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നെ മലയാളികൾ എന്നുള്ള നിലക്ക് നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ചകൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കോമൺ ഘടകം ഉണ്ടാവുമല്ലോ. അത് തന്നെ, അത് വേറെ ഭാഷ മാറ്റിയിട്ട് പറയുന്ന അശ്രദ്ധ. എന്തുകൊണ്ട് അശ്രദ്ധ എന്ന് പറയുന്നതിന് പ്രധാന കാരണം, എൻ്റെ തൊട്ടടുത്ത ഒരു സുഹൃത്ത് വക്കീലാണ്, ഒന്നിച്ച് മുംബൈയിൽ ഉള്ളൊരു സമയത്ത് ഞങ്ങൾ ഒരു റൂമിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഫോണിൽ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് പുള്ളിയുടെ OTP ഷെയർ ചെയ്തിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ പോയി എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ വക്കീൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ. അപ്പോൾ പുള്ളിക്ക് അറിയാൻ മതിയാവും. ഇതൊരു എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനില്ല. ഇങ്ങനെയുള്ള ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പിൽ കുടുങ്ങി, ഇപ്പം ഹണി ട്രാപ്പുകൾ അടക്കമുള്ള നഗ്ന വീഡിയോകൾ ഞങ്ങളിങ്ങനെ നിങ്ങളുടെ കോണ്ടാക്റ്റുകളിലേക്ക് ഷെയർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ, പണം തന്നില്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ക്രൈം നടത്തുമ്പോൾ അത് ആരാണെന്നറിയില്ല, അഡ്രസ്സ് ഏതാണെന്നറിയില്ല, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയൊക്കെയാണ് ബന്ധപ്പെടുന്നത്, പരിചയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഭീഷണികൾക്കനുസരിച്ച് ഇവരെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ പണം പോയി, അതായത് ഇനിയും പണം കൊടുത്തില്ലെങ്കിൽ അതെ, അത് അവിടെ നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിനാണ് അതിൽ കൂടുതൽ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക. ചിലർ ഞാൻ എന്ത് ചെയ്യുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കാതെ പെട്ടെന്നൊരു പോലീസ് ഓഫീസറുടെ അടുത്ത് എത്തിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ത്രീകളൊക്കെ അതിൽ ഒരുപാട് അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാനഹാനി ഭയം അത് ചെയ്യരുത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അതിൻ്റെ ആവശ്യം അത്ര അധികം ഇല്ല. സാധ്യത കൂടുതലാണ്. കാര്യമില്ല. അവർ അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് തരാവുന്ന രീതിയിൽ മാക്സിമം ചെയ്തു തരുന്ന ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട്. നേരെ തിരിച്ചുണ്ട്. ഞാനത് അപ്പോൾ എല്ലായിടത്തും അത്തരം കുറച്ച് റിബൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പക്ഷേ നമ്മൾ കേരള പോലീസ് ആ വിഷയത്തിൽ കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, അത് ഞാൻ മഹാരാഷ്ട്രയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാം മുംബൈ പോലീസിനേക്കാളും ഫാർ ബെറ്ററാണ് നമ്മുടെ പോലീസ് എന്നുള്ളത് സിസ്റ്റം. കാരണം ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കാതെ ഈ സിസ്റ്റത്തിൽ നിന്ന് ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുക. കാരണം അവർക്ക് കൂടുതൽ നമ്മളെക്കാളും ചിന്തിക്കാനും സാധിക്കും, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും സാധിക്കും, അത്തരത്തിലുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനും സാധിക്കും. നമ്മൾ അതിൽ നിന്ന് കൂടുതൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തെ
വിശ്വസിക്കുക, സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ആസ് എ ലോയർ ഇങ്ങനെ ഇടപെട്ട ആളുകൾ എന്നുള്ള നിലക്ക് there is an escape door അല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും എന്നല്ല, പക്ഷെ ഇങ്ങനെ സിസ്റ്റത്തെ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ പോയത് പോയി, ഇനിയൊന്നും പെടാതിരിക്കാൻ കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കേസിൽ ഇടപെടുന്നത് അധികവും സുഹൃത്തുക്കൾ ബന്ധപ്പെടുമ്പോഴും അല്ലെങ്കിൽ പരിചയക്കാർ ബന്ധപ്പെടുമ്പോഴാണ്. എൻ്റെ ഒരു ഏരിയ ഇതല്ല, ഏരിയ ഓഫ് പ്രാക്ടീസ് ഇതല്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. എന്നാലും ഈ ഒരു വക്കീൽ കൂടെ ഉണ്ടാകുന്ന അറിയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്, ഒരു ആശ്വാസം. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ വരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിസ്റ്റർ, അവൾക്ക് അവളുടെ ആങ്ങളോട് ഇത് പറയരുത് എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് എന്നോട് പറയുന്നത്. കയ്യിൽ നിന്ന് 50,000 രൂപ പോയി. ഇതുപോലെ എന്തോ അത് ആക്ച്വലി അത് നമ്മൾ ബാങ്കിൽ പോയി സംസാരിച്ചപ്പോൾ അത് ബാങ്കിൻ്റെ ഭാഗത്ത് പ്രശ്നം ഉണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ പോലീസ് അതിൻ്റെ കൃത്യമായിട്ട് ഒരു പ്ലാൻ വരച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻ്റ് ഇട്ടു. ബാങ്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഒരു എന്താ എനിക്കത് ഓർക്കുന്നില്ല, ഒരു അതിൻ്റെ സിസ്റ്റം മോഡസ് ഓപ്പറാൻഡ് ഞാൻ ഓർക്കുന്നില്ല. ഇനി അത് ബാങ്കിൻ്റെ ഭാഗത്ത് ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അത് ബാങ്കിലെ ചില ഓഫീസേഴ്സ് അതിൻ്റെ ആ ക്രൈമിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അങ്ങനെ അത് ഓംബുഡ്സ്മാനിൽ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ സിറ്റിംഗ് ആയപ്പോഴേക്ക് ബാങ്കിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ബോധ്യപ്പെടുകയും ബാങ്ക് ആ ഫണ്ട് റീഫണ്ട് തരികയും ചെയ്തു. അപ്പം ഞാനിതിൽ പെട്ടുപോയി. ഇനി ഇത് പറയരുത്, ബ്രദറിനോട് പറയാൻ നാണക്കേടുണ്ട്, കാരണം ഇവൾ ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു നാണക്കേടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇടപെട്ട് ഇത് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ അവർ മാനക്കേട് ആലോചിച്ചിട്ട് ഈ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതിരുന്നാൽ ആ പൈസ കിട്ടില്ല. അപ്പോൾ 10 അവരുടെ ബാങ്കിൻ്റെ പ്രശ്നം അങ്ങനെ പറഞ്ഞൂടെ, ഇവളുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇവള് OTP ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ OTP ഷെയർ ചെയ്യപ്പെടുന്ന ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഒരു 10% ആളുകൾക്ക് ഇതിന് റിലീഫ് കിട്ടുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ്.